എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് സാമൂഹ്യക്ഷേമ പദ്ധതികൾ എന്നുള്ളത്. ഈ ഒരു ഭാഗത്ത് നിന്നുള്ള 30ഓളം പദ്ധതികളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കാണേണ്ടതാണ്. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഹോട്ടൽ മേഖലയിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്തുന്നതിനായി GST വകുപ്പിൻ്റെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ്. എന്താണ്? ഹോട്ടൽ മേഖലയിലെ നികുതി വെട്ടിപ്പുകൾ കണ്ടെത്തുന്നതിനായി GST വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ്. വനിതകളെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശു വികസന വകുപ്പും ജെൻഡർ പാർക്കും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഡിജിറ്റൽ പാഠശാല. വനിതകളെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശു വികസന വകുപ്പും ജെൻഡർ പാർക്കും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഡിജിറ്റൽ പാഠശാല. സംസ്ഥാനത്ത് പരിസ്ഥിതി സൗഹൃദ ഊർജോൽപാദനം വർദ്ധിപ്പിക്കാനുള്ള KSEBയുടെ പുരപ്പുറ സൗരോർജ പദ്ധതിയാണ് സൗര. എന്താണ്? സംസ്ഥാനത്ത് പരിസ്ഥിതി സൗഹൃദ ഊർജോൽപാദനം വർദ്ധിപ്പിക്കാനുള്ള KSEBയുടെ പുരപ്പുറ സൗരോർജ പദ്ധതിയാണ് സൗര. സ്ത്രീ വിദ്യാർത്ഥികൾക്കിടയിൽ മെൻസ്ട്രുവൽ കപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ഫീഡ്സ് ലിമിറ്റഡ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സുരക്ഷിത്. അപ്പോൾ സ്ത്രീ വിദ്യാർത്ഥികൾക്കിടയിലുള്ള മെൻസ്ട്രൽ കപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേരള ഫീഡ്സ് ലിമിറ്റഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുരക്ഷിത്. ഓക്കെ, സുരക്ഷിത് എന്ന് പറഞ്ഞ പദ്ധതി നടപ്പിലാക്കുന്നത് കേരള ഫീഡ്സ് ലിമിറ്റഡ് ആണ്. മെഡിക്കൽ കോളേജുകളിലെ കൂട്ടിരിപ്പുകാർക്കായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ആശ്വാസ വീട്. മെഡിക്കൽ കോളേജുകളിലെ കൂട്ടിരിപ്പുകാർക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആശ്വാസ വീട്. യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ല്. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ളതാണ്. യുവജനക്ഷേമ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ല്. കായിക മേഖലയുടെ സംഭാവന വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കേരളം രൂപീകരിക്കുന്ന കമ്പനിയാണ് സ്പോർട്സ് എക്കോണമി മിഷൻ. എന്താണ്? കായിക മേഖലയുടെ സംഭാവന വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കേരളം രൂപീകരിക്കുന്ന കമ്പനിയാണ് സ്പോർട്സ് എക്കോണമി മിഷൻ. സംസ്ഥാന വ്യാപകമായി കുടിവെള്ളത്തിന് ശുദ്ധത ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ പ്യുവർ വാട്ടർ. സംസ്ഥാന വ്യാപകമായി കുടിവെള്ളത്തിന് ശുദ്ധത ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ പ്യുവർ വാട്ടർ. സ്ത്രീ പുരുഷ സമത്വം, തുല്യനീതി എന്നീ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നതിനും നടപ്പാക്കുന്നതിനുമായി സാംസ്കാരിക വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സമം. എന്താണ്? സ്ത്രീ പുരുഷ സമത്വം, തുല്യനീതി എന്നീ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നതിനും നടപ്പാക്കുന്നതിനുമായി സാംസ്കാരിക വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സമം. ഓക്കെ, ഓരോ വീട്ടിലെയും ഒരാളെയെങ്കിലും റവന്യൂ വകുപ്പിൻ്റെ സേവനങ്ങൾ ഡിജിറ്റൽ മാർഗത്തിലൂടെ നേടുന്നതിന് പ്രാപ്തരാക്കുന്നതിനായി കേരള റവന്യൂ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് റവന്യൂ ഇ സാക്ഷരതാ പദ്ധതി. എന്താണ് റവന്യൂ ഇ സാക്ഷരതാ പദ്ധതി? ഒന്നുകൂടി പറയാം. ഓരോ വീട്ടിലെയും ഒരാളെയെങ്കിലും റവന്യൂ വകുപ്പിൻ്റെ സേവനങ്ങൾ ഡിജിറ്റൽ മാർഗത്തിലൂടെ നേടുന്നതിന് പ്രാപ്തരാക്കുന്നതിനായി കേരള റവന്യൂ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് റവന്യൂ ഇ സാക്ഷരതാ പദ്ധതി. സംസ്ഥാനത്തെ അംഗനവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കാൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് അംഗൻ ജ്യോതി. ഇതാണ് സംസ്ഥാനത്തെ അംഗനവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കാൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് അംഗൻ ജ്യോതി. വീടുകളിൽ സൗരോർജ്ജ വൈദ്യുതി പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സൗരജ്യോതി. എന്താണ്? നേരത്തെ പറഞ്ഞത് അംഗൻ ജ്യോതി, അത് സംസ്ഥാനത്തെ അംഗനവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കാൻ ആരംഭിക്കുന്ന പദ്ധതി. ഇത് സൗരജ്യോതി എന്താ? വീടുകളിൽ സൗരോർജ്ജ വൈദ്യുതി പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സൗരജ്യോതി. ഓക്കെ, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൻ്റെ തീയണക്കുന്നതിനായി സംസ്ഥാന അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ സേഫ് ബ്രീത്ത്. എറണാകുളത്തുള്ള ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീയണയ്ക്കുന്നതിനായിട്ട് സംസ്ഥാന അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ സേഫ് ബ്രീത്ത്. ഓക്കെ, എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കച്ചവട തെരുവുകളും ഉഷ്ണതരംഗ സൂര്യാഘാത സാധ്യതകൾ കണക്കിലെടുത്ത് തണ്ണീർപ്പന്തലുകൾ തുടങ്ങാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം.
എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കച്ചവട തെരുവുകളിലും ഉഷ്ണതരംഗ സൂര്യാഘാത സാധ്യതകൾ കണക്കിലെടുത്ത് തണ്ണീർ പന്തലുകൾ തുടങ്ങാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. ജൈവ വൈവിധ്യ മേഖലകളിൽ നേട്ടം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഡാറ്റാ സെൻറ്റർ നടപ്പിലാക്കിയത് KDISC ആണ്. KDISC ജൈവ വൈവിധ്യ മേഖലയിൽ നേട്ടം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഡാറ്റാ സെൻറ്റർ നടപ്പിലാക്കുന്നത് KDISC ആണ്. KDISC രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആശാധാര. ആശാധാര എന്താണ്? രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആശാധാര. ആശാധാര. ഓക്കെ, അപ്പോൾ ആശാധാര ഏതൊക്കെ രോഗങ്ങൾക്കുള്ളതാണ്? ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കുന്ന വില്ലേജുകളുടെ ആധാരങ്ങളുടെ രജിസ്ട്രേഷനും പോക്കുവരവും വസ്തുവിൻ്റെ സ്കെച്ചും അവകാശ സർട്ടിഫിക്കറ്റും ലഭ്യമാക്കാനുള്ള പോർട്ടലാണ് എൻ്റെ ഭൂമി. എൻ്റെ ഭൂമി. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കുന്ന വില്ലേജുകളുടെ ആധാരങ്ങളുടെ രജിസ്ട്രേഷനും പോക്കുവരവും അതുപോലെ വസ്തുവിൻ്റെ സ്കെച്ചും അവകാശ സർട്ടിഫിക്കറ്റും ലഭ്യമാക്കുന്ന ഓൺലൈൻ പോർട്ടലാണ് എൻ്റെ ഭൂമി. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ സമഗ്ര വികസനത്തിനായുള്ള പദ്ധതിയാണ് ഉന്നതി. ഉന്നതി. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ സമഗ്ര വിഭാഗത്തിനായുള്ള പദ്ധതിയാണ് ഉന്നതി. കേരള നോളജ് ഇക്കോണമി മിഷൻ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലെ യുവജനങ്ങൾക്കായി ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിത പദ്ധതിയാണ് തൊഴിൽ തീരം. എന്താണ്? കേരള നോളജ് ഇക്കോണമി മിഷൻ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലെ യുവജനങ്ങൾക്കായി ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിത പദ്ധതിയാണ് തൊഴിൽ തീരം. സ്കൂൾ കുട്ടികളിൽ പൗരബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള ഹൈക്കോടതി ലീഗൽ സർവീസ് കമ്മിറ്റി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സംവാദ. സ്കൂൾ കുട്ടികളിൽ പൗരബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള ഹൈക്കോടതി ലീഗൽ സർവീസ് കമ്മിറ്റി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സംവാദ. 4നും 18നും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ പാഠ്യേതര കലാ സാംസ്കാരിക ശാസ്ത്ര സാമൂഹിക മേഖലകളിൽ താൽപ്പര്യം വളർത്താൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് ബാലകേരളം. 4നും 18നും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ പാഠ്യേതര കലാ സാംസ്കാരിക ശാസ്ത്ര സാമൂഹിക മേഖലകളിൽ താൽപ്പര്യം വളർത്താൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് ബാലകേരളം. മാലിന്യ സംസ്കരണ മേഖലയിലെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനായി കേരള സഹകരണ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈ നാട്. ഈ നാട്. മാലിന്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനായി കേരള സഹകരണ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈ നാട്. സ്ത്രീകളുടെ സ്വയം രക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് ധീരം. സ്ത്രീകളുടെ സ്വയം രക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് ധീരം. ശാസ്ത്ര നവനിർമ്മാണത്തിൽ പുതുതലമുറയെ ശാക്തീകരിക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ മേഖലകൾ ഒത്തുചേർന്ന് നടത്തുന്ന പദ്ധതിയാണ് സ്ട്രീം ഇക്കോസിസ്റ്റം. സ്ട്രീം ഇക്കോസിസ്റ്റം എന്താണ്? ശാസ്ത്ര നവനിർമ്മാണത്തിൽ പുതുതലമുറയെ ശാക്തീകരിക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ മേഖലകൾ ഒത്തുചേർന്ന് നടത്തുന്ന പദ്ധതിയാണ് സ്ട്രീം ഇക്കോസിസ്റ്റം. ഓക്കെ, അടുത്തത് അർബുദത്തെ നേരത്തെ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെ ആർദ്രം മിഷൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്യാൻസർ കെയർ സ്യൂട്ട്. എന്താണ്? അർബുദത്തെ നേരത്തെ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെ ആർദ്രം മിഷൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്യാൻസർ കെയർ സ്യൂട്ട്. 1 ലക്ഷം സംരംഭങ്ങൾ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സംരംഭക 2.0. സംരംഭക 2.0. 1 ലക്ഷം സംരംഭങ്ങൾ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സംരംഭക വർഷം 2.0. കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ഡിജി കേരളം. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ഡിജി കേരളം. ഓക്കെ, അപ്പോൾ ഇത്രയും പദ്ധതികളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നും നമ്മൾ ഏകദേശം 35ഓളം പദ്ധതികളെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒന്നാമത്തെ പാർട്ട് 1ലും 35ഓളം പദ്ധതികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ക്ലാസ്സിൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠനം നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.